അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ അനന്തപുരം കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബസംഗമം ആഘോഷിച്ചു. ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ വി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. സംഗമത്തിൽ വിവിധ പൂർവ്വ സൈനിക സംഘടനകളുടെ പ്രതിനിധികളും കുടുംബാംഗങ്ങളും പങ്കുചേർന്നു. പ്രസ്തുത ചടങ്ങിൽ മുതിർന്ന റിട്ടയർഡ് മേജർ ജനറൽ NS നായരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തിരുവനന്തപുരം മണ്ഡലം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ അധ്യക്ഷൻ കേണൽ സുധാകരൻ നായർ, രക്ഷാധികാരി ക്യാപ്റ്റൻ ഗോപകുമാർ, എയർ മാർഷൽ മധുസൂദനൻ, മന്ത്രിമാരായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ മുരളീധരൻ, ശ്രീ രാജീവ് ഉണ്ണിത്താൻ, ശ്രീമതി ഷീല എന്നിവർ സംസാരിച്ചു. അടുത്തതായി നമ്മുടെ വെള്ളായണി കായലിന്റെ അവസ്ഥ നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. വെള്ളായണി കായലിന്റെ പുനരുദ്ധാരണത്തിന് അതിന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് നമ്മുടെ ഒരു പൂർവ്വ സൈനിക സുഹൃത്ത് ഒരു നിവേദനവുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നിവേദനം കൈമാറുന്നതിലേക്കായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. അടുത്തതായി ബാലഗോകുലത്തിന്റെ വിഷു ആശംസകൾ അറിയിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് ജിയെ വിഷു ആശംസകൾ അറിയിക്കുന്നതിന് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള നമ്മുടെ ആരോമൽ ബാലഗോകുലത്തിന്റെ സജീവ പ്രവർത്തകനാണ്, കാര്യകർത്താവാണ്, ചുമതലക്കാരനാണ്. ആരോമലിനെ വിഷു ആശംസകൾ നൽകുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. സമയക്കുറവാണ്. ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ നമ്മൾ എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മൾ ഒരാൾ മറ്റൊരാളിനോട് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഗോപകുമാർ സാർ സൂചിപ്പിച്ചു, മാക്സിമം പരമാവധി ആൾക്കാരുടെ, നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും, ഒരു വ്യക്തി അവിടെ ചെന്നിരുന്നിട്ട് ഭാഷ അറിയാതെ തിരിച്ചു വരുന്ന ഒരു MP അല്ല നമുക്ക് ആവശ്യം. നമ്മുടെ നാടിന്റെ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുകയും അത് ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് നമുക്കെല്ലാം ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അങ്ങോട്ട് അയക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാവണം. അത് ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ സമയക്കുറവുള്ള നേരത്ത് അദ്ദേഹത്തെ, സംഘടനയുടെ അംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബ സംഗമത്തിൽ എത്തിയ അംഗങ്ങളെ രണ്ടു വാക്ക് അഭിസംബോധന സംസാരിക്കാൻ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് എൻ്റെ പ്രോഗ്രാമിലൊരു വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ്. ബിക്കോസ് ഇന്ന് വെറ്ററൻസിൻ്റെ കൂടെ, വെറ്ററൻസിൻ്റെ ഫാമിലിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കൊരു ഒക്കേഷൻ കിട്ടി. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. പറഞ്ഞ മാതിരി ഞാൻ 4-ാം തീയതി വൈകുന്നേരം ആണ് ഇവിടെ എത്തിയത്, തിരുവനന്തപുരത്ത്. നരേന്ദ്രമോദിജിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് ഈ ലോക്സഭാ മത്സരം ഒരു മത്സരം ആയിട്ടായിരുന്നു ഞാൻ കരുതിയത്. ഇവിടെ ഒരു വലിയ ഇന്റലക്ച്വൽ MP, സിറ്റിംഗ് MP, പിന്നെ ഒരു സഖാവ്, അതെല്ലാം കണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു മത്സരമാവും. ഞാൻ ഇവിടെ ആദ്യത്തെ 10-15 ദിവസം ഇറങ്ങി ജനങ്ങളെല്ലാം മീറ്റ് ചെയ്ത് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു. ഒരു 15ാമത്തെ ദിവസത്തിൽ അത് ആ മത്സരത്തിന്റെ ഒരു കോൺസെപ്റ്റ് അങ്ങ് പോയി. ഇതെന്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. നിയോഗം എന്ത്? തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ഡിഫറൻസ്, വ്യത്യാസം, ഒരു മാറ്റം കൊണ്ടുവരാൻ ആണ് എൻ്റെ നിയോഗം. എന്നെപ്പറ്റി ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ 12 കൊല്ലം കേന്ദ്ര വിദ്യാലയത്തിൽ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും, എല്ലാവർക്കും അറിയാലോ, അത് ഒരു നോമാഡ്സ് ലൈഫ്. ഇത് ആദ്യത്തെ തവണ എന്നെ
ആരെങ്കിലും ചോദിച്ചു, അത് 2006 ഞാൻ ആദ്യം രാജ്യസഭ എൻ്റെ നോമിനേഷൻ ഫോം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ അങ്ങനെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? ഫോമിലി ബോൺ ഇൻ അഹമ്മദാബാദ്, ലിവിങ് ഇൻ ബാംഗ്ലൂർ, സ്റ്റഡീഡ് ഇൻ ഹിൻഡൻ ഗാസിയാബാദ്. പുള്ളിക്ക് കുറച്ച് കൺഫ്യൂഷൻ, എവിടുന്നാണ്, വേർ ആർ യു ഫ്രം? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മലയാളിയാണ്, ബട്ട് എസെൻഷ്യലി ഇന്ത്യൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാസ്റ്റ് എന്താണ്? എനിക്ക് അതുവരെ 2006 വരെ ആ കോൺസെപ്റ്റ് എൻ്റെ തലയിലുണ്ടായിരുന്നു. അപ്പൊ നമ്മോട് ചോദിച്ചു, എന്താണ് എൻ്റെ കാസ്റ്റ്? അപ്പോ ഇൻ ഷോർട്ട്, ഞാൻ അന്ന് ആ റിട്ടേണിംഗ് ഓഫീസറോട് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു, നോക്കൂ, ഞാനൊരു വെറ്ററിന്റെ മോനാണ്, എന്നെ ഒരു ഇന്ത്യൻ ആയിട്ട് കരുതിയാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ. ആ ഒരു ഐഡന്റിറ്റിയാണ് ഞാൻ ഇവിടെയും കൊണ്ടുവന്നത്. ഞാൻ വന്നപ്പോൾ ഇവിടെ എൻ്റെ 2 സ്ഥാനാർത്ഥി കോളീഗ്സ്, ഔട്ട്സൈഡറാണ്, ഞങ്ങളാണ് ഇൻസൈഡർ, പുള്ളി ഔട്ട്സൈഡറാണ്. ഞാൻ ശരിയാണ്, അത് ഒരു ലെവലിൽ അത് ശരിയാണ്. ഞാനൊരു ഔട്ട്സൈഡറാണ്, ആ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയത്തിന് ഒരു ഔട്ട്സൈഡറാണ് ഞാൻ. 4-ാം തീയതി വന്ന് ഇന്ന് മുതൽ പുരോഗതി, വികസനം, തൊഴിൽ, സ്കില്ലിംഗ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതിനെ പറ്റി മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആരെ തെറിയോ നെഗറ്റീവ് പോളിറ്റിക്സോ അതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ അതിൽ ഇറങ്ങാൻ പോകുന്നില്ല. ഞാൻ 4-ാം തീയതി വൈകുന്നേരം സ്പഷ്ടമായി പറഞ്ഞു. എൻ്റെ 18 കൊല്ലം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, ഞാൻ അതിൽ എൻ്റെ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ഒരു ചെയ്യുന്ന പുള്ളിയാണ്. ഞാൻ ഒരു മാൻ ഹു ഡസ് തിങ്സ്. എനിക്ക് വലിയ 25 പുസ്തകം എഴുതാനോ ഇംഗ്ലീഷ് ഡിക്ഷണറി വായിക്കാനോ എനിക്ക് ടൈം ഇല്ല. അത് അതിന് താല്പര്യമായിട്ടല്ല, എനിക്ക് ടൈമില്ല. അപ്പോൾ എനിക്ക് മീനിങ് ഫുൾ വർക്ക്, ജനങ്ങളുടെ ലൈഫിൽ വ്യത്യാസം കൊണ്ടുവരാൻ, നമ്മുടെ രാജ്യം ഇന്ത്യയിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതെല്ലാം എൻ്റെ പ്രയോറിറ്റി. എൻ്റെ 18 കൊല്ലം രാഷ്ട്രീയം തുടങ്ങിയത് 2006 ഒരു ഫ്ലൂക്കായിട്ടാണ് തുടങ്ങിയത്. ഞാൻ വിചാരിച്ചില്ല ഞാൻ പോളിറ്റിക്സിൽ സക്സസ്ഫുൾ ആവും, ഞാൻ ഇമ്പാക്റ്റ് ആവാൻ എനിക്ക് കഴിവുണ്ടാവും. ഞാനൊരു ഓൺട്രപ്രണർ ആയിരുന്നു, ടെക്നോളജിസ്റ്റ് ആയിരുന്നു. ഒരു ഫ്ലൂക്ക് കൊണ്ട് 2006 എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് സ്വേരിങ്ങിൻ്റെ ദിവസം 2 ബൃന്ദ കറാട്ടും ഒരു മാർഗ്രറ്റ് ആൽവ കോൺഗ്രസ്, 2 ആൾ ഇരുന്നിങ്ങനെ കുസുക്ക് ലൗഡ്ലി, വന്നല്ലോ ഒരു ബിസിനസ്മാനും കൂടി, അയാള് പോളിറ്റിക്സിൽ എന്ത് ചെയ്യും, ഒന്നും ചെയ്യില്ല. അത് കേട്ടിട്ട് ഐ മോട്ടിവേറ്റഡ് മൈസെൽഫ് ദാറ്റ് ഐ വിൽ പ്രൂവ് ദം റോങ്. അത് 2006 1 റാങ്ക് 1 പെൻഷൻ, നാഷണൽ വാർ മെമ്മോറിയൽ, ആ എല്ലാ ഇഷ്യൂസ് എല്ലാം എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയി. 2008-09 ഞാൻ 2G സ്കാം, ഞാൻ ആദ്യത്തെ MP ആയിരുന്നു 2G സ്കാം എക്സ്പോസ് ചെയ്യാൻ. അതെല്ലാം ചെയ്ത് സെക്കൻഡ് ടേം, മൂന്നാമത്തെ ടേമിനെ പറ്റി പറയുമ്പോൾ, ഓഗസ്റ്റ് 2023 പ്രൈം മിനിസ്റ്റർ എന്നോട് ചോദിച്ചത്, എന്താണ് രാജീവിന്റെ ഫ്യൂച്ചർ പ്ലാൻ, രാജ്യസഭ വേണോ ലോക്സഭ വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു ലോക്സഭയ്ക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം അന്നൊന്നും പറഞ്ഞില്ല. ജാനുവരി 2024 റിപ്പബ്ലിക് ഡേയുടെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു, സം അതർ മീറ്റിംഗ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ലോക്സഭയാണെങ്കിൽ ഏത് സീറ്റാണ് മത്സരിക്കാൻ ഇൻട്രസ്റ്റ്? അന്നല്ല ഈ മാതൃഭൂമിയിലും മനോരമയിലും വലിയ ആർട്ടിക്കിൾസ് ആയിരുന്നു. നിർമ്മല സീതാരാമൻ ഇസ് കണ്ടസ്റ്റിംഗ് ഇൻ തിരുവനന്തപുരം, ജയശങ്കർ ഇസ് കണ്ടസ്റ്റിംഗ് ഇൻ തിരുവനന്തപുരം. ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്റർ ഇസ് കണ്ടസ്റ്റിംഗ് ഇൻ തിരുവനന്തപുരം. അപ്പൊ ഞാൻ അങ്ങ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ കേരള നാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഒരു അവസരം കിട്ടിയ എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഈ വലിയ 3 ആൾക്കാരും എൻ്റെ ലൈനിൽ മുമ്പിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഈ സ്മൈൽ ആസ് പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റൈലാണ്. എന്നിട്ട് ഫെബ്രുവരി എൻഡിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ഷുവർ ആണോ, ഇത് ഭയങ്കര ചാലഞ്ചിങ് സീറ്റാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അതൊരു പ്രോബ്ലം അല്ല, എൻ്റെ ലൈഫ് ഇസ് ബീൻ ഫുൾ ഓഫ് ചാലഞ്ചസ് ആൻഡ് ഐ ഓൾവേസ് പ്രൂവ് പീപ്പിൾ റോങ്. അതുകൊണ്ട് എനിക്ക് അതൊരു ഇഷ്യൂ അല്ല, എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാകും. അപ്പോൾ അതാണ്
3-ാം തീയതി പിന്നെ 4-ാം തീയതി ഞാൻ പറഞ്ഞ മാതിരി രജിസ്ട്രേഷൻ. ഇതുവരെ ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, ജനങ്ങളെ എക്സ്റ്റെൻസീവ്ലി മീറ്റ് ചെയ്തിട്ടുണ്ട്, എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര സിമ്പിൾ പ്രോപ്പോസിഷൻ. ഇന്ത്യ ഇപ്പോൾ 5ാം നമ്പറിന്റെ ഇക്കോണമിയാണ്. എവിടെയായിരുന്നു 10 കൊല്ലം മുമ്പ്? 5th മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമി ആയിരുന്നു. ഫോഴ്സസിൽ എല്ലാവർക്കും അറിയാം, നമ്മളുടെ സെക്യൂരിറ്റി ബഡ്ജറ്റിന്റെ ബേസിസിൽ എത്രയോ കോംപ്രമൈസ് ചെയ്തായിരുന്നു ആ 2004 മുതൽ 2014 വരെ. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സിന് നോ ഫണ്ട്സ്, അഡ്വാൻസ് ഫൈറ്റർ ജെറ്റ്സ് നോ ഫണ്ട്സ്, battlefield tactical technology no funds. But our no funds in the scenario, VIP helicopters no pettanna they got funds. ഈ ഇന്ത്യ രാജ്യം ഞാൻ യങ് ഒരു യൂത്ത് ആവുമ്പോൾ HPT-32 HT-32 എയർഫോഴ്സിലെ ആൾക്കാർക്ക് അറിയാം, നമ്മൾ ട്രെയിനർ എയർക്രാഫ്റ്റെല്ലാം ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യ ആ 2004 മുതൽ 2014 വരെ we ended up having to buy import trainer aircraft from a country, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൺട്രി, അത് സ്വിറ്റ്സർലൻഡ്. ഇതായത് നമ്മുടെ സ്ട്രാറ്റജിക് വിഷൻ ഈ 4 മുതൽ 14 വരെ. 8-ൽ ടെററിസം അറ്റാക്ക് വന്നു. നമ്മളുടെ ഏറ്റവും ഡീപ്പ് ഡിസൈസീവ് റെസ്പോൺസ് വാസ് വാഷിംഗ്ടൺ ഫോൺ ചെയ്യുക, അത് നടന്നില്ല. പിന്നെ UK ഫോൺ ചെയ്യുക, അതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി ഡോക്ടർ. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് പുൽവാമയാണോ ബാലാക്കോട്ടാണോ സർജിക്കൽ സ്ട്രൈക്ക് ആണോ? ഞാൻ G20 ഇത് കേട്ടും മനസ്സിലാക്കി എനിക്ക് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ് പറഞ്ഞത്, ഇന്ത്യ കമാൻഡ്സ് റെസ്പെക്ട് നോട്ട് ജസ്റ്റ് ഫോർ ഇറ്റ്സ് ഇക്കോണമി ബട്ട് ഓൾസോ ഇറ്റ്സ് എബിലിറ്റി to project power to protect its interests. ഇപ്പോൾ കാണുന്നില്ലേ റെഡ് സീല്, നമ്മളുടെ നേവിയാണ് the navy of choice, the navy that is protecting Pakistani fishermen, Saudi fishermen, Qatari fishermen, അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, 10 കൊല്ലത്തെ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിൽ ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് കൊടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി, നരേന്ദ്രമോദിജി ആ ഓപ്പർച്യൂണിറ്റി കൊണ്ട് എന്ത് ചെയ്തു, അതാണ് ഈ 10 കൊല്ലത്തിന്റെ റിസൾട്ട്. എന്നോട് ആരെങ്കിലും 2012-ലോ 10-ലോ 13 ചോദിച്ച് ഇത് പറഞ്ഞാൽ നമ്മൾ 3rd ലാർജസ്റ്റ് ഇക്കോണമി ആവാൻ പോകുന്നു, ജർമ്മനിയും ജപ്പാനെ ക്രോസ് ചെയ്ത് ഇന്ത്യ വിൽ ബി 3rd ലാർജസ്റ്റ് ഇക്കോണമി, ഞാൻ പറയുന്നത് യു ആർ ഹാവിംഗ് സം പുവർ ക്യാൻറ്റീൻ സ്റ്റോക്ക് മെറ്റീരിയൽ കുടിച്ചിട്ട്. സോ ഇറ്റ് ഈസ്, ഐ വുഡ് ഹവ് സെഡ് ദാറ്റ് ഇത് ഇമ്പോസിബിൾ ആണ്. എങ്ങനെ നമ്മൾ 3rd ലാർജസ്റ്റ് ഇക്കോണമി ആവാൻ പോകുന്നു? ബട്ട് ഇന്നത് റിയാലിറ്റി ആവുന്നു. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2027 നരേന്ദ്രമോദിജിന്റെ ഈ സ്പീഡ് നോക്കുമ്പോൾ 100% വി ആർ ഗോയിങ് ടു ക്രോസ് ജർമ്മനി ആൻഡ് ജപ്പാൻ. എന്നിട്ട് USA, ചൈന, ഇന്ത്യ ആയിരിക്കും നമ്പർ 1, 2 and 3. ഗൽവാൻ, Colonel Dini is here, who has served in Galwan. എനിക്കറിയാം, ഐ ഹാവ് ഡെൽറ്റ് വിത്ത് ചൈനീസ് ഡിപ്ലോമാറ്റ്സ്. അവർക്കെല്ലാം ഒരു ഹെഡ് സ്ക്രാച്ചിങ് മൂവ്മെന്റ് ആണ് ഈ കോവിഡ് ടൈമിൽ ഗൽവാൻ എപ്പിസോഡ്. ഇത് എങ്ങനെ ഇന്ത്യ ഹാസ് ബിക്കം സോ അസർട്ടീവ് ആൻഡ് സോ കോൺഫിഡൻറ്റ്? ചൈനയുടെ ഒരു പഴയ സ്ട്രാറ്റജിയാണ് വാർ ഓഫ് അട്രിഷൻ. അങ്ങനെ റേസ് ദ സ്റ്റേക്സ് ആൻഡ് വെയർ ദി എനിമി ഡൗൺ. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഇത് ഇന്ത്യ ആരും വെയർ ഡൗൺ ചെയ്യുന്നില്ല. നരേന്ദ്രമോദിജി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അവിടുത്തെ ചൈനയുടെ ഇക്കണോമിക് ഫാക്ടറീസ് എല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു നരേന്ദ്രമോദിജി. അപ്പോൾ ഒരു പുതിയ ഇന്ത്യയാണ് നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് തിരുവനന്തപുരം ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റിൽ നമ്മുടെ കേരളം, ഇവിടുത്തെ ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ 2016 മുതൽ 2024 ഇവിടുത്തെ സർക്കാർ കൊടുത്ത അവസരം അവരെന്ത് ചെയ്തു? അവര് ഇന്ന് കടം വാങ്ങിച്ചിട്ടാണ് ശമ്പളവും പെൻഷൻ കൊടുക്കുന്നത്. ഞാൻ എത്രയോ വീട്ടിൽ പോയിട്ട് അവിടെ കേൾക്കുന്നു,
7 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല, 3 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, ഒരു ബാങ്ക്രപ്റ്റ് ഇക്കോണമി. അപ്പോൾ വൺ ഇന്ത്യ സർജിങ് ഇക്കോണമി അസർട്ട്, ഇവിടെ നമ്മൾ കാണാൻ കിട്ടുന്നത് ഒരു വീക്ക് ബാങ്ക്രപ്റ്റ് ഇക്കോണമി, ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല, തൊഴിലില്ല, സ്കില്ലിംഗ് ഇല്ല. അതുകൊണ്ട് എൻ്റെ ഒരു വിഷനാണ്, അതിന് എനിക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തിന് ഒരു പുതിയ വിഷൻ, ഒരു വിഷൻ ദാറ്റ് ഇസ് സെന്റേർഡ് അറൌണ്ട് ടെക്നോളജി എക്സ്പാൻഡ് ചെയ്യാൻ എത്രയോ ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്. രണ്ടാമത്തത് ഓൺ ടൂറിസം. തിരുവനന്തപുരം ആയിരുന്നു 90s ഈ ഹോളിസ്റ്റിക് വെൽനെസ് ആൻഡ് ഹെൽത്ത് ടൂറിസമിന്റെ ഒരു ഒറിജിനൽ ഡെസ്റ്റിനേഷൻ. ഇന്ന് കോവിഡ് കഴിഞ്ഞ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മോസ്റ്റ് വാല്യൂബിൾ സെഗ്മെന്റ് ഓഫ് ഗ്ലോബൽ ടൂറിസം ഇസ് വെൽനെസ് ടൂറിസം. എന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം എന്താണ് അതിന്റെ ബെനിഫിറ്റ്? 0. ഒറ്റ ഗ്ലോബൽ വിസിറ്റർ ഇവിടെ വരുന്നില്ല, അവരെല്ലാം പോകുന്നു ശ്രീലങ്ക, ബാലി. എന്തുകൊണ്ട്? അതൊരു പൊളിറ്റിക്കൽ വിഷൻ ആരും കാണുന്നില്ല, കണ്ടില്ല. അത് നമുക്ക് മാറ്റണം. അതിന്റെ എത്രയോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന്റെ കൊലാറ്ററൽ ഇഫക്ട്സ് ആർ ട്രെമെൻഡസ്ലി ഡീപ്പ് ആൻഡ് വൈഡ്. എത്രയോ കൺട്രീസ് ഉണ്ട്, ശ്രീലങ്ക, തായ്ലൻഡ്, ഇവരെല്ലാം ടൂറിസമിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നല്ല ഇക്കോണമി നടത്തുന്ന കൺട്രീസാണ്. നമുക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് ടൂറിസമിൽ, അതും വെൽനെസ് ആൻഡ് ഹെൽത്ത് ടൂറിസം. പിന്നെ ഫിഷറീസ്. ഐ ഡോണ്ട് നോ ഇവിടെ എത്ര ജനങ്ങൾക്ക് അറിയുന്നത്, എത്ര ആൾക്ക് അറിയും. ഒരു 4-5 ദിവസം മുമ്പേ, ഒരു 1 week ago, ഗവൺമെന്റ് ഓഫ് കേരള അവർ സുപ്രീം കോർട്ടിന്റെ ഒരു എഫിഡവിറ്റിൽ പറയാണ്, കേരള നോ ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് പോസിബിൾ എക്സെപ്റ്റിംഗ് IT ആൻഡ് ടൂറിസം. അതിന്റെ മീനിങ് എന്താ? മാനുഫാക്ചറിങ് നടക്കില്ല എന്ന് പറഞ്ഞു, അഗ്രികൾച്ചർ നടക്കില്ല എന്ന് പറഞ്ഞു, ഫിഷറീസ് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ലിമിറ്റഡ് പൊളിറ്റിക്കൽ വിഷൻ ആണ് നമ്മളെല്ലാവരും ഒരു ബ്രേക്ക് അടിച്ച് റിവേഴ്സ് ഗിയറിൽ കൊണ്ടുപോകുന്നത്. അതിന് മാറ്റാനും അതിനൊരു കോംപ്രിഹെൻസീവ് വിഷൻ ഓഫ് ഡെവലപ്മെന്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. 14-15 ഏപ്രിൽ ഞാൻ ലോഞ്ച് ചെയ്യും. അത് എല്ലാവരെയും ഇൻപുട്സ് ഇട്ടിട്ടാണ് ആ ഒരു വിഷൻ ഉണ്ടാക്കുന്നത്. ആ വിഷൻ ഡോക്യുമെന്റ് പേരാണ് ഇതാണ് കാര്യം. അതിന്റെ ഇതാണ് കാര്യത്തിന്റെ ഒരു ഇൻസ്പിറേഷനാണ് എൻ്റെ ക്യാമ്പയിൻ ലൈൻ. ഇനി കാര്യം നടക്കും. അപ്പോൾ എൻ്റെ കാൻഡിഡേച്ചറാണ് ഇനി കാര്യം നടക്കാൻ പോകുന്ന ഒരു കാൻഡിഡേച്ചർ. സോ ഞാൻ അങ്ങനെ ഒരു ലോങ് സ്പീച്ച് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഇത് നമ്മളെല്ലാവർക്കും ഒരു മാറ്റത്തിനൊരു അവസരമാണ്. എല്ലാവരോടും പറയണം, എല്ലാവരുടെയും സഹായം വേണം. നമുക്ക് ഈ ഇലക്ഷൻ ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ഷൻ ആക്കി നമ്മുടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഒരു അവസരമായി കാണണം. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.